ചൈനീസ് കളിപ്പാട്ട വിപണിയിലെ സൂപ്പർ സ്റ്റാറായ ലബുബു സിനിമയാകുന്നു. ഡോളിനെ ആസ്പദമാക്കി ഒരു ഫീച്ചർ സിനിമ നിർമ്മിക്കാൻ സോണി പിക്ചേഴ്സ് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത്. നിലവിൽ ലബുബു ചിത്രം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ ഇത്തിരിക്കുഞ്ഞൻ പാവകളെ ഈയിടയ്ക്കാണ് ഫാഷൻ ലോകം ഏറ്റെടുത്തത്. വിടർന്ന കണ്ണുകളും കോണാകൃതിയിലുള്ള ചെവികളും പ്രത്യേക ചിരിയുമായി എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന വിരുദന്മാർ. ലബുബു എന്നാണ് ഫാഷൻ ലോകം ഇവർക്ക് നൽകിയ പേര്. ലബുബു എന്ന ഈ ഇത്തിരിക്കുഞ്ഞൻ എങ്ങനെയാണ് ഫാഷൻ ലോകത്ത് കാലെടുത്തു വെച്ചതെന്ന് അറിയാമോ? ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ ദക്ഷിണ കൊറിയൻ പെൺകുട്ടികളുടെ മ്യൂസിക് ബാൻഡ് ഗ്രൂപ്പായ ബ്ലാക്ക് പിങ്കിലെ ലിസയാണ്. ബാർബിയും ഹോട്ട് വീലുകളും ഒക്കെ പോലെ ഈ പാവയ്ക്കും ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. മാത്രമല്ല ലബുബു വിവിധ നിറങ്ങളിലും ആകൃതിയിലും ലഭ്യമാണ്. ഈ പാവകൾ നിർമ്മിച്ചിരിക്കുന്നതും തുണിയും പഞ്ഞിയും കൊണ്ടാണ്. കാഴ്ചയിൽ ലബുബുവിന് ഒരു ജീവിയുടെ ഘടനയാണുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് തന്നെ നോർഡിക് പുരാണങ്ങളിലെയും നാടോടി കഥകളിലെയും ജീവികളെ മനസ്സിൽ കണ്ടാണ് ഹോങ്കോങ്ങിൽ നിന്നുള്ള കലാകാരന്മാരായ കാസിംഗ് ലാങ് ഈ പാവയെ നിർമ്മിച്ചത്. ചൈന ആസ്ഥാനമായുള്ള കളിപ്പാട്ട നിർമ്മാണ കമ്പനിയായ പോപ്പ് മാർട്ടിനാണ് ആദ്യമായി ലബുബുവിന്റെ വിപണന അനുമതി ലഭിക്കുന്നത്. അതും 2019. മാർക്കറ്റിലെത്തി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുതന്നെ അവർ ട്രെൻഡിംഗ് ലിസ്റ്റിൽ കയറിപ്പറ്റി. വിപണിയിൽ ലബുബു വെറും ഒരു കളിപ്പാട്ടത്തിൽ നിന്ന് ഫാഷൻ ഐക്കണായി മാറിയ കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. ഇന്ന് ഇന്ത്യക്കാർ വരെ ഒരു ഫാഷൻ ആക്സസറി എന്ന നിലയിൽ ലബുബുവിനെ അംഗീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ബാർബി ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസുകൾ തൂത്തുവാരിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഹോളിവുഡ് സ്റ്റുഡിയോകൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇനി സിനിമകൾക്ക് പ്രചോദനമാകുന്ന കളിപ്പാട്ടമാണ് ലബുബു എന്നത്. അതെ, ഫാഷൻ ലോകത്തിൽ നിന്നും ഇനി സിനിമാ ലോകത്തിലേക്ക് കടക്കുകയാണ് ഈ കുഞ്ഞൻ. ഈ ക്യൂട്ട് ലബുബു ഇനി സിനിമയാകാൻ പോകുന്നു. ഒരു ഫീച്ചർ സിനിമ നിർമ്മിക്കാൻ സോണി പിക്ചേഴ്സ് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിലവിൽ ലബുബു ചിത്രം അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണെന്നും അറിയാൻ സാധിക്കുന്നു. എന്നാൽ പ്രൊജക്ടിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിവരമനുസരിച്ച് പ്രൊജക്ടിന്റെ തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയോ ഇതുവരെ സോണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. സിനിമ ലൈവ് ആക്ഷൻ ആയിരിക്കുമോ അതോ ആനിമേഷൻ ആയിരിക്കുമോ എന്നതിലും ഒരു തീരുമാനമായിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.